നിനക്കൊന്നും മനസ്സിലാവത്തില്ലല്ലോ. ഇവന്മാരെ കൊണ്ട് ഫുള്ള് പ്രശ്നമാ സാറേ. തല്ലുപിടുത്തോ, സ്കൂൾ അറച്ച് ത്രികോണം വരപ്പോ. പിള്ളേരല്ലേ നാലോക്കുമ്പോ തല നേരം. യുവമാര് വീണ്ടും തുടങ്ങിയല്ലേ? എന്ത് ചെയ്യാൻ സാറേ, ഇവന്റെയൊക്കെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ച അവരെല്ലാം കൂടെ വന്നിട്ട് 3-നെ 3 മൂലയ്ക്ക് ഇരുത്തിക്കോളാൻ പറഞ്ഞിട്ട് പോകും. എന്നാ അങ്ങനെ ചെയ്യാ. ഇനി 3-നെ 3 മൂലയ്ക്കല്ല, 3 ക്ലാസ്സിലിരുത്ത്. വെച്ച് വൈകിക്കണ്ട, ഇപ്പോഴേ മാറ്റിക്കോ 3-നെ. ഞാൻ ഭയങ്കര കിള്ളുമായിരുന്നല്ലേ കളിയാക്കണാണല്ലേ, എന്തേലും ചെയ്തേ പറ്റും. വെള്ളം കഴിഞ്ഞല്ല അതിന്റെ കറിയുടെ അവിടെ വെൽക്കം ബാക്കി പോയി. എന്ത് എവിടെ ഇരുന്നോട്ടാ? അതൊന്നും പറ്റൂല, ഇവിടെ 4 പേരുണ്ട്. പറയണേ കേക്ക്. ഇവനെന്തിനു ഇവിടെ പിടിച്ചിരുത്തിയേ? ഓ എടാ, ഒരു ഓട്ട് കിട്ടിയല്ലേടാ. നാളെ രാവിലെ നേരത്തെ വരണം. ആരാ? എന്തിന്? ശ്രീകുട്ടാ, ദിവസമില്ല ഇലക്ഷന്. എങ്ങനെയും ഓട്ടോ ഓടിച്ചില്ലെങ്കിൽ നാണക്കേടാണ് കേട്ടോ. എന്റെ കയ്യില് വേറെ ഐഡിയ ഉണ്ട്, എടുക്കട്ടെ? എടാ കുറച്ച് മിണ്ടായിരുന്നോ, എന്നെ വല്ലതും കിട്ടുന്നേക്ക്. ഓ പൂർത്തിയായ അവന്റെ ഒടുക്കത്തൊരു ഡെസ്ക് മാറ്റില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ, നിങ്ങൾ വോട്ട് പിടിക്കാനാണോ ഇതൊക്കെ ചെയ്യണത്? ആണെങ്കിൽ അതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഇവന്മാരെന്തിനാ ഇതൊക്കെ തന്നെ. ആ പിന്നെ നിന്റെയൊക്കെ ഡെസ്ക് മോട്ടിച്ച്, നിന്നെയൊക്കെ ക്ലാസ് മാറ്റിച്ച്. ബെസ്റ്റ്. ഇലക്ഷൻ ജയിക്കാനാണെങ്കിൽ എൻ്റെ ഒരു വഴിയുണ്ട്. എന്തോന്ന്? പക്ഷെ ഒരു കാര്യം, നിങ്ങൾ എന്നെ സെക്കൻഡ് ലീഡർ ആക്കണം. ആ ഇവിടെ നീക്കി ഒരു ക്യൂ സെക്കൻഡ് ലീഡർ ആവാൻ. എന്റെ പൊന്നു പൂർത്തി രാജേ, ഒന്നും ഉണ്ടായി. നീ പറ. ഇനി നിങ്ങളെ സഹായിക്കാൻ ഒരാൾക്കേ പറ്റുള്ളൂ. ദൈവത്തിനായിരിക്കും. അതെ, പാവങ്ങൾക്ക് അയാൾ ദേവൻ, ഗുണ്ടകൾക്ക് അയാൾ അസുരൻ. ഞങ്ങൾ ഭസ്മം ടീമിനെയാണ്. ബായ്ജാൻ. ഈ ഡയലോഗ് ബായ്ജാനാ? അതാരടേ? ബിനീഷ്, ഇല്ലുമിനാറ്റി ബിനീഷ്, ഞങ്ങളുടെ ബായ്ജാൻ. ആരായി ബിനീഷ്? ഇല്ലുമിനാറ്റി നേട്ടിട്ടുണ്ടോ? ഓ ഒരെണ്ണം എൻ്റെ വീട്ടിലുണ്ട്. ആ അത് തന്നെ. ഇല്ലുമിനാറ്റിയുടെ ഈ ഏരിയയിലെ കാര്യങ്ങളൊക്കെ നോക്കണ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ബിനീഷ് അണ്ണൻ. സെക്രട്ടറിയാ? ഓ പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മളെല്ലാം ഇല്ലുമിനാറ്റി ചേർക്കുമെന്നാണ് അണ്ണൻ പറഞ്ഞത്. ഓ കേട്ടിട്ടുണ്ട്. പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാം, നിങ്ങൾ സംസാരിച്ച് കൊള്ളാക്കില്ലേ. അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ വലിയ പാടാവും. ഓ Alfonso, Monica, Alfonso Riva Bonfica, Alfonso, Monica, Alfonso Riva Bonfica, te amo bonita, muy como nochira, oh bella finica, muy como nochira, Monica eres mía. Bye, കളിയും തോരി ടീമും തുളച്ച് വന്നു നിൽക്കണത് ഇപ്പൊ കണ്ടില്ലേ? ഇനി ഹെഡ് ഓഫീസിൽ വിളിക്കുമ്പോഴേ ഞാനെന്തോ പറയും? ഹെഡ് ഓഫീസാ? ആ ഇല്ലുമിനാറ്റി ഹെഡ് ഓഫീസ്. ഞാൻ പറഞ്ഞ ഹെഡ് ഓഫീസിൽ നിന്നേക്ക് ഭയങ്കര മതിപ്പായിരുന്നു. എന്ത് പറയാൻ, എല്ലാം കൂടെ കളഞ്ഞില്ലേ? ബൈജാൻ. ആര്? ബൈജാൻ ഇവരെന്റെ കൂട്ടുകാരാ. ഇവർക്ക് ബൈജാൻ്റെ ഒരു സഹായം വേണം.
നിന്നെ ഇനി ഞാൻ സഹായിക്കാൻ പോണില്ല. പിന്നെയാണ് നിന്റെ കൂട്ടുകാണന്മാരെ ഓക്കെ വിളിക്കുന്നു. അവരെ പോണതിന് മുമ്പ് ഈ ആഴ്ചത്തെ വരിക്കാശ് തന്നിട്ടില്ല. അത് വെച്ചിട്ട് പോയാൽ മതി. ഇപ്പൊ ഒന്ന് കാര്യം പറ. അതായത് പേടിയുള്ളത്തെ മറ്റേ മോ പേരെന്താ പറഞ്ഞല്ലേ? ശ്രീകുട്ടൻ. ഓ നൈസ് നെയിം. പറ ശ്രീകുട്ട, എന്താ പ്രശ്നം? അണ്ണാ പ്രശ്നം എന്തെന്ന് വെച്ചാ ഒറ്റ മിനിറ്റ്. നിന്റെ കോഴിയുടെ കേസ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഇത് മീറ്റിംഗ് കൂടുമ്പോഴത്തേക്ക് നിനക്കാണ് ഏറ്റവും കൂടുതൽ കോഴികളെ സെറ്റാക്കി. അണ്ണപ്പത് പറയാൻ തുടങ്ങിട്ട് കുറേയല്ല. ഇത് വല്ലതും നടക്കോ? എന്റെ ഫോണും തരാൻ പറ്റുമോ? ആദ്യത്തെ തവണ തരാൻ പറ്റാത്തതിന്റെ വിഷമം എനിക്ക് ഇപ്പോഴും മാറിയിട്ടുണ്ട്. അത് ഇപ്പോഴും ഞാൻ സെറ്റാക്കി തന്നെയാണ്. ഹലോ ഹലോ, പിന്നിക്കൂടെ ചേട്ടനല്ലേ? ആണെങ്കിൽ അതെ ചേട്ടാ, നിങ്ങളുടെ മോനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയ മഞ്ഞ സ്കൂട്ടറുകാരനല്ലേ? പുളിമാത്ത് വഴി നേരെ വെച്ച് ഓടിച്ചിട്ടുണ്ട്. മേശയാകുമ്പോ സാധനം വെച്ചാ തട്ടി പൊട്ടി എന്നൊക്കെ ഇരിക്കും എന്ന് വെച്ച് അത് ഉണ്ടാക്കിയവന്റെ കടയിൽ കയറി ഉണ്ടാക്കാൻ നിൽക്കല്ലേ. അപ്പൊ അതാണ് പ്രശ്നം. അതിന് പ്രശ്നം പറഞ്ഞില്ലല്ലേ? ഇല്ല എന്നാ പറ. അപ്പൊ അതാണ് കാര്യം. ഇതൊരു കടുത്ത മത്സരമാണ്. ജയിക്കാൻ ആപ്പ് വെപ്പ് ടെക്നിക്കുകളൊന്നും പോരാ. പകരം ബുദ്ധിപരമായ ആശയങ്ങളാണ് വേണ്ടത്. ആ അണ്ണന്റെ ഇല്ലെന്ന് വാ പോവാടെ. കേട്ടിടത്തോളം പിള്ളേർക്ക് നിന്നെ ഒന്നും ഒരു വിലയില്ല. അത് സത്യം. ആദ്യം പിള്ളേരുടെ മനസ്സിന്റെ വാതിൽ പോയൊന്ന് മുട്ടണം. നീ പുറത്ത് നിപ്പുണ്ട്, ഒന്ന് വാതിൽ തുറക്കണം എന്നവർക്ക് തോന്നണം. അണ്ണാ വല്ല മനസ്സിലാവണമെന്ന് പറയണ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പറയാം. നിന്റെ പിറന്നാളെന്നേ? ജനുവരിയിലായിരുന്നു. അണ്ണന്റെ എന്റെ അടുത്ത മാസം 2-ാം തീയതി. 2-ാം തീയതിയാ? അപ്പൊ അണ്ണൻ എത്ര വയസ്സ്? 30. എന്നാ നിങ്ങളൊരു കേക്ക് കൂടെ മുറി. നിങ്ങൾ കാര്യം പറയണ്ണ. നിന്റെ പേരെന്തെന്ന് പറഞ്ഞു? പൃഥ്വിരാജ്. ആഹാ, നീ നമ്മുടെ ആളാണല്ലോ. അതുകൊണ്ട് നിങ്ങള് ആരുടെ പിറന്നാളാണ് അടുത്തത്? എന്റെ. ആ, അപ്പൊ നാളെ നിന്റെ ബർത്ത്ഡേ. രാഗങ്ങളോരോന്നേ ഗോകുല നായകന്മേള. എന്തോന്നടാ ഇന്നും ലേറ്റാ? കൂളിംഗ് ഗ്ലാസ്. നിന്റെ യൂണിഫോം എന്തിടാ? ഇവന്റെ ബർത്ത്ഡേ ആണ് സർ. കയ്യിലെന്തോന്നൊരു പൊതി? മുട്ടായി ആണ് സർ. ഹാപ്പി ബർത്ത്ഡേ അനൂപ്. താങ്ക് യു സർ. ബാവാ വന്നെല്ലാവർക്കും മുട്ടായി കൊടുക്കും. നാളെ മുതൽ നിങ്ങൾ പിള്ളേരെ കയ്യിലെടുത്ത് തുടങ്ങണം. അതിനെത്തിരി പുളിക്കണം. അതെ, പുളിക്കണം. താങ്ക് യു. രണ്ടെണ്ണം തന്നല്ലേ? ആഹാ, കൊള്ളാലോ. അപ്പോ നമ്മൾ എല്ലാരും കൂടി അനൂപിന് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. ശ്രീകുട, എല്ലാവർക്കും മുട്ടായി കൊടുക്കണം, ഒരാൾക്ക് പ്രത്യേകിച്ച്.
ഹെൽത്ത് ബോയ് സോപ്പിട്ട് കുളിക്കുന്ന ആരൊക്കെയുണ്ട് ഇവിടെ? ഞാൻ ഹെൽത്ത് ബോയ് എവിടെയോ? ആരോഗ്യം. എന്തോ നിങ്ങൾ പിള്ളേരെ പഠിച്ചോണ്ടിരുന്നു, പണിയും ചെയ്യൂല ചുമ്മാ. അതോട് അപ്പൊ പറ, ഹെൽത്ത് ബോയ് എവിടെയോ? അതാണ്. അപ്പൊ ശ്രീകുട്ട, നിന്നെ ഞാനൊരു ഹെൽത്ത് ബോയ് ആക്കാൻ പോവാണ്. ഇനി തന്നെ ആര് കണ്ടാലും ആര് പേര് വിളിച്ചാലും ഈ ഡയലോഗ് അവരുടെ മനസ്സിൽ മിന്നിത്തിളങ്ങണം. ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ആലോചിച്ചെഴുതിയത്. ഭാജാനൊരു കില്ലാടി തന്നെ. അപ്പോ ഈ മന്ത്രം എല്ലാരും ജപിക്കണം, ജപിപ്പിക്കണം. ഇനി സർജിക്കൽ സ്ട്രൈക്ക്.